ഏതായാലും ഈ ബഹളം കൊണ്ടൊക്കെ ഒരു ഉപകാരം നടക്കുന്നുണ്ട്. പേരോടിന്റെ പ്രസംഗവും സൈദിയുടെ പ്രസംഗവും AP-യുടെ പ്രസംഗവും ഒക്കെ എന്ത് ഗുണം ചെയ്തിട്ടുണ്ട്? ഹക്കായ ഒരു ത്വരീഖത്തുണ്ട്, ദസൂഖിയ്യത്ത്. അതെവിടെ? അതിന്റെ ഒരു ഷെയ്ഖിനെയാണ് എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ പറയുന്നു. ആ ഷെയ്ഖിനെ നല്ലപോലെ പഠിച്ചു ബോധ്യപ്പെട്ടിട്ട് പഠിക്കാതെ കാണാതെ ഒരിക്കൽ പോലും ബന്ധപ്പെടാത്തവർ പറയുന്നു കള്ളനാണ്, വിഡ്ഢിയാണ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്കെന്താ അതിൽ പ്രശ്നമുള്ളത്? അങ്ങനെ ഒരു തരീഖത്ത് ഹക്കുണ്ട് എന്ന് അവരുടെ നാവ് കൊണ്ട് പലപ്പോഴും വരുന്നുണ്ട്. സമസ്ത സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ത്വരീഖത്തിന്റെ അസ്ഥിവാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 4 കുത്തുബുകൾ അൽ അഖ്താബുൽ അർബഅ മദ്രസയിൽ ഇപ്പം ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഹക്കായ തരീഖത്താണ്. അപ്പൊ അങ്ങനെ ഹക്കായ ആ തരീഖത്ത് ഇപ്പോഴും ഉണ്ട് എന്നാര് പറയുന്നു? AP ഉസ്താദ് പറയുന്നുണ്ട്, പേരോട് സമ്മതിക്കുന്നുണ്ട്. അത് ആരുടെ കയ്യിലുണ്ട് ലോകത്ത്? അത് ആഗ്രഹമുള്ളവർക്കൊന്ന് പോയി ബൈഅത്ത് ചെയ്യാലോ? അവരെന്നെ ദ്വാരക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഹക്കായ ദസൂഖിയ്യത്ത് കിട്ടാൻ വേണ്ടി. അപ്പൊ ഹക്കായ ദസൂഖിയ്യത്ത് മുഖ്താറിന്റെ അല്ലെങ്കിൽ എവിടെ ഉണ്ട്? ആരുടെ കയ്യിലുണ്ട്? അതറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ലേ കേൾക്കുന്നവർക്ക്? AP ഉസ്താദും അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദസൂഖിയ്യത്ത് തരീഖത്ത് അത് ഹക്കാണ്. അത് ഇപ്പൊ പറഞ്ഞു കിട്ടിയത് നന്നായി. ഞാനിത് കേൾപ്പിക്കുന്നത് ചരിത്രപരമായ ഒരു സത്യം ഇപ്പോൾ പറഞ്ഞത് അവിടെ പിടിച്ചു വെക്കുന്നത് നല്ലതാണ്. AP ഉസ്താദ് എന്ത് പറഞ്ഞു ഒന്ന് കേൾക്കി. ദസൂഖി തരീഖത്ത് എന്നത് ഷെയ്ഖ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ തരീഖത്ത് ആണ്. അതിലാർക്കും തർക്കമില്ല. പക്ഷേ അതെല്ലാം ശരീഅത്തിന് 100% അനുയോജ്യമായതും ശരീഅത്തിന് വിരുദ്ധമായ ഒരു ചെറിയ ശാഖ പോലും ഇല്ലാത്തതുമാണ്. അതെ, അങ്ങനെ ഹക്കായ ഒരു ദസൂഖിയ്യത്ത് ഉണ്ട്, ഉറപ്പ്. കക്കാട് ഫൈസി കൊണ്ടുവന്നത് ബാത്തിലാണ്, ശരി. എന്ന ഉറപ്പുള്ള ആ ദസൂഖിയ്യത്ത് എവിടെ? AP ഉസ്താദ് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം റിഫായിയത്ത് സ്വീകരിച്ചിട്ടുണ്ട്, നഖ്ശബന്ദിയത്ത് സ്വീകരിച്ചിട്ടുണ്ട്, ഖാദിരിയത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇന്നും ദുനിയാവിൽ അത് ഉണ്ട് എന്നാണ്. അദ്ദേഹം ഹക്കായ ആളല്ലേ സ്വീകരിക്കുള്ളൂ. അപ്പൊ ഹക്കായത് അദ്ദേഹത്തിന് സ്വീകരിക്കാം, MA ഉസ്താദ് അവർക്ക് സ്വീകരിക്കാം, ഖലീൽ ബുഖാരി തങ്ങൾക്ക് സ്വീകരിക്കാം, സമസ്തയിലെ മുഴുവൻ മുഷാവറ അംഗങ്ങൾക്ക് സ്വീകരിക്കാം, സമസ്തയിലെ മുഷാവറ അല്ലാത്തവർക്കും സ്വീകരിക്കാം. അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ കക്കാട് പൈസ സ്വീകരിച്ചതിനാ കുഴപ്പം? അതിന് കക്കാടിന്റെ ഷെയ്ഖിന് കുഴപ്പം. എന്നാൽ നിങ്ങൾ സ്വീകരിച്ച ഷെയ്ഖിനെ പറഞ്ഞു തരി, എന്നിട്ട് നിങ്ങളുടെ മാനദണ്ഡ പ്രകാരം അവർ ശരിയാണെന്ന് സമർത്ഥിക്കി. AP ഉസ്താദ് ബൈഅത്ത് ചെയ്ത ഷെയ്ഖുമാരുടെ മുഴുവൻ ഇന്റർവ്യൂ ഇൻഷാ അല്ലാഹ് എടുക്കണോ? ഞങ്ങൾ കൈ പിടിച്ചതും കാല് പിടിച്ചതും നമസ്കാരവും ശരിയാത്തും ഇതിനെപ്പറ്റിയൊക്കെ പറയിപ്പിക്കണോ? വെറുതെ സംഘടന അജണ്ടയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. AP ഉസ്താദ് പറയുന്നു മൂപ്പർക്ക് തരീഖത്തുണ്ട്, എന്നാ പിന്നെ അതൊന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തൂടെ? അദ്ദേഹത്തിന്റെ അംഗീകരിച്ച ഷെയ്ഖുമാരൊന്ന് കാട്ടിക്കൊടുത്തൂടെ? AP ഉസ്താദ് ഈ ഇന്റർവ്യൂവിന്റെ ഭാഗമായി വലിയൊരു ഖൈറുണ്ടായി. അത് സമസ്തയുടെ എല്ലാ പണ്ഡിതന്മാരും AP വിഭാഗം എല്ലാവരും കേട്ടോളൂ. AP ഉസ്താദ് പറയുന്നു, സമസ്ത കേരള ജമിയത്തിലെ ഉലമയിലെ മുഴുവൻ ആലിമീങ്ങളും ഇന്നും തരീഖത്തിന്റെ മശായിഖുമാരെ സ്വീകരിക്കുന്നവരും ഏതെങ്കിലും ഒരു തരീഖത്ത് അനുസരിച്ച് നടക്കുന്നവരും ആണ്. ഞാനും അങ്ങനെ തന്നെ ഖാദിരിയ തരീഖത്തിന്റെയും നഖ്ശബന്ദി തരീഖത്തിന്റെയും റിഫായി തരീഖത്തിന്റെയും എല്ലാം മശായിഖുമാരെ സ്വീകരിക്കുകയും അവരുടെ മാർഗത്തിലൂടെ ജീവിക്കുകയും ചെയ്യുന്നവൻ ആണ്. അതെ, AP ഉസ്താദ് നഖ്ശബന്ദിയത്തും ഖാദിരിയത്തും റിഫായിയത്തും തരീഖത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കുന്നവനാണ്. സമസ്തയിലെ മുഴുവൻ പണ്ഡിതന്മാരും അങ്ങനെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ AP ഉസ്താദിന്റെ സമീപനമെങ്കിൽ അവരൊക്കെ സ്വീകരിച്ചത് വേറെയുള്ളവർക്ക് സ്വീകരിച്ചുകൂടെ? അല്ലെങ്കിൽ അവർ സ്വീകരിച്ചവർ തന്നെ ആവണമെന്നുണ്ടോ? വമ്പിച്ച സുന്നി മഹാസമ്മേളനത്തിൽ ദസൂഖിയ്യ തരീഖത്തിനെ ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമായി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ പ്രസംഗിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് സമസ്തയിലെ എല്ലാ പണ്ഡിതന്മാർക്കും വിവിധ തരീഖത്തുകളുണ്ട്. ഉള്ളാൾ തങ്ങൾക്കുണ്ട്, AP ഉസ്താദിനുണ്ട്. എങ്കിൽ അവരുടെയൊക്കെ ഷെയ്ഖുമാർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരുണ്ടാകുമല്ലോ. അനുയായികൾക്ക് എന്തുകൊണ്ട് അത് പറഞ്ഞുകൊടുത്ത് അവരോട് ബന്ധപ്പെടുത്തിക്കൂടാ? അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല. കാര്യത്തിലേക്ക് അടുക്കുമ്പോഴേക്ക് സ്വലാത്ത് ചൊല്ലിയാൽ മതി, സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്നാണല്ലോ ഇവര് ജനങ്ങളോട് പറയുന്നത്. തങ്ങൾക്ക് ഷെയ്ഖുമാരെ സ്വീകരിക്കാം, അണികൾക്ക് സ്വലാത്ത് ചൊല്ലിയാൽ മതി. ചെറിയ AP മുഹമ്മദ് മുസ്ലിയാർ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മഹാന്മാരായ
ഉസ്താദിന്റെ ഈ പവറിന് ഏറ്റവും വലിയ കാരണം, ഇൽമിന്റെ ആയത്തിന് കാരണം നാം ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, നമ്മുടെ മഹാന്മാരായ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, ഇവരൊക്കെ തരീഖത്തുമായി ബന്ധമുള്ള മഹാന്മാരാ. ഉദാഹരണങ്ങൾ പരിശോധിച്ച് നോക്കിനികൾ നിരവധി മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് തരീഖത്ത് വാങ്ങിയ വലിയ പണ്ഡിതനാണ് ശൈഖ എ പി ഉസ്താദ്. അറിയപ്പെടുന്ന ഇന്ന് ഏറ്റവും മശഹൂറായ 4 തരീഖത്ത്: ആദിഈ തരീഖത്ത്, റിഫാഈ തരീഖത്ത്, ഹാദുലി തരീഖത്ത്, അതേപോലെ നഖ്ശബന്ദി തരീഖത്ത്. ഈ തരീഖത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ആ തരീഖത്തിന്റെ മശായിഖന്മാരിൽ നേരിട്ട് തരീഖത്ത് വാങ്ങിയ മഹാന. ഏത് മജ്‌ദൂബുമായിട്ടും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുമായി വളരെയേറെ ബന്ധമുള്ള, അങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന മുഴുവൻ മശായിഖന്മാരും, മുഴുവൻ സനാത്യങ്ങളും, മുഴുവൻ ആരിഫ്യങ്ങളുമായി കടന്ന ബന്ധമുള്ളതുകൊണ്ട് അവരെ പ്രാർത്ഥനപരമായിട്ടാണ് ഇത്രയും വലിയ പാണ്ഡിത്യം ആ മഹാനുഭാവന്റെ കരസ്ഥപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴും ചെറിയ എ പിയും വലിയ എ പിയും എല്ലാവരും പ്രസംഗിക്കുന്നു, എഴുതുന്നു, സമ്മതിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ത്വരീഖത്തുണ്ട്, നഖ്ശബന്ദിയത്തും ഖാദിരിയത്തും തരീഖത്തും ഇജാസത്തും എല്ലാം ഞങ്ങൾക്കുണ്ട്. എന്നാൽ അണികളോട് സംസാരിക്കുമ്പോഴേക്ക് നയം മാറുകയാണ്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ മതി. ചെറിയ എ പി മുഹമ്മദ് മുസ്ലിയാരോട് തന്നെ ഈ കാര്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ അണികളോട് പറയുന്നത് മറ്റൊരു വിധത്തിലാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മുറബ്ബിയായ ഷെയ്ഖിനെ ഇക്കാലത്ത് കണ്ടെത്താൻ പ്രയാസമാണല്ലോ, അവരെന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് മറുപടി, മുറബ്ബിയായ ലക്ഷണം ഇല്ലെങ്കിലും ലക്ഷണമൊത്ത ആളുകളെ മറ്റുള്ളവരെ കിട്ടിയാൽ അവരെ സ്വീകരിക്കണം. എ പി ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉള്ളാൾ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം എ പി മുഹമ്മദ് മുസ്ലിയാർ മറുപടി പറയുന്നു സെൻസിംഗിൽ, മുറബ്ബിയായ ഷെയ്ഖിനെ കണ്ടെത്താൻ കഴിയാത്തവർ നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്തിലൂടെ റസൂലുമായി അടുത്താൽ അവിടുന്ന് നമ്മെ തെർബിയത്ത് ചെയ്യും. ഈ ലോകത്ത് അവിടുന്ന് കാവലും പരലോകത്ത് ശുപാർശകനുമായിരിക്കും. മഅദനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ ശേഷം അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി സെൻസിംഗുകാർ നടത്തിയ അഭിമുഖത്തിലാണ് എ പി മുഹമ്മദ് മുസ്ലിയാർ ഇത് പറഞ്ഞത്. എങ്കിൽ ഈ ഇരട്ടത്താപ്പ് നയം പണ്ഡിതന്മാർക്ക് ഒരു നയവും അണികൾക്ക് മറ്റൊരു നയവും, അണികളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതന്മാരില്ലേ, ഇവിടെയാണ് നമുക്ക് അവരുടെ നയത്തോട് വിയോജിപ്പ്. ഏതെങ്കിലും ഒരു ത്വരീഖത്ത് കിട്ടി ഷെയ്ഖിനെ കൊണ്ട് നടക്കുന്നവരെ മുഴുവൻ സംഘടനയ്ക്ക് പ്രയാസമാകും, ബാധിക്കും എന്നറിയുമ്പോൾ എതിർക്കുക, പിടിച്ചിരുത്തുക, അല്ലെങ്കിൽ പുറത്താക്കുക. പുറത്ത് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, അതിനെങ്കിലും അനുവദിച്ചുകൂടെ? എന്നാ വേണ്ട, അവർ സ്വീകരിച്ച ഷെയ്ഖുമാരൊക്കെ ഓക്കെ, എന്നാ അതൊന്ന് പ്രഖ്യാപിക്കി, എന്നിട്ട് അതിന്റെ ലിസ്റ്റ് ഇട്. അപ്പോഴല്ല നമ്മൾ പറയല് താടിയുണ്ടോ, തലപ്പാവുണ്ടോ, ടൈ കെട്ടിയതാണോ, കൈ പിടിച്ചിട്ടുണ്ടോ, കാല് പിടിച്ചിട്ടുണ്ടോ നോക്കാലോ. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് അൽഹംദുലില്ലാഹ് ഹക്കായ ഒരു ഷെയ്ഖിനില്ലാത്ത ഒരു കുഴപ്പവും ശരീഅത്തിന്റെ ഭാഗത്തും തരീഖത്തിന്റെ ഭാഗത്തും പരിശോധിച്ചാൽ തെളിയിക്കാൻ സാധ്യമല്ല. അതിന് തരീഖത്തുനിന്ന് രാജിവെച്ച് പോയ ആളുകളെ ഉന്തിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പറയിപ്പിച്ചാൽ മതിയോ? ഇവിടെ എ പി ഉസ്താദ് ഈ പറഞ്ഞ കാര്യം സമ്മതിച്ചില്ലേ? എ പി ഉസ്താദിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്, ഇരുത്തം എന്ന മഹാനാണ്, ഹക്കിന്റെ അഹ്ലുകാരാണ്, വലിയ ആലിമീങ്ങളാണ് അവരൊക്കെ. ഈ കളിയിലൊന്നും അവരൊന്നും പങ്കുചേരുമെന്ന് എനിക്ക് തോന്നില്ല. അഭിമുഖം MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, മോചനത്തിന്റെ രാജപാത. ഇത് മർക്കസ് സോവനീറിലാണ്, മർക്കസുൽ ഉലൂം. എ പി ഉസ്താദിന്റെ വലിയ ഫോട്ടോ ഉണ്ട്. ഇത് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോ ആയിരിക്കും. വലിയ ഫോട്ടോ ആണ്, ചവിട്ടി തേക്കാൻ വേണ്ടി ഫോട്ടോ പറ്റും, അല്ലാത്ത എല്ലാ ഫോട്ടോവും ഹറാമാണെന്നല്ലേ? ശരി, അതിന് MA അബ്ദുൽ ഖാദിർ മുസ്ലിയാരോട് ചോദിക്കുകയാണ്, തരീഖത്ത് സ്വീകരിച്ചത്, അന്ന് ജീവിച്ചിരിക്കുന്ന ആലിമാണ്, തരീഖത്ത് സ്വീകരിച്ചത് നിങ്ങൾ ആരിൽ നിന്നാണ്? ചാവക്കാട് ഷെയ്ഖ് മുഹമ്മദ് കോയമ്മ തങ്ങൾ. അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ വസ്തുക്കളും പുറത്തുവിടട്ടെ. എന്നിട്ട് കറാഹത്തുണ്ടോ നോക്കി, അല്ല നിങ്ങളിപ്പം പറഞ്ഞു വരുന്ന കുറ്റുണ്ടോ നോക്കി. പിന്നെ ചാപ്പനങ്ങാടി ബാപ്പു